ഇത്തവണ മിസ്റ്റർ IPL സുരേഷ് റെയ്നയുടെ ഒരു ഒന്നൊന്നര IPL ഇന്നിങ്സിനെ കുറിച്ച് പറയാം. സുരേഷ് റെയ്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് 1.5 പതിറ്റാണ്ടോളം CSKയുടെ ജീവനാഡിയായിരുന്നു സുരേഷ് റെയ്ന. അവരുടെ ഏറ്റവും മികച്ച ബാറ്ററായിരുന്നു കുന്തമുനയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ CSK പഴയ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹാൾ ഓഫ് ഫെയിം പ്രോഗ്രാം നടത്തിയിരുന്നു. ആ പരിപാടി നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയതും സുരേഷ് റെയ്നയുടെ വരവിനായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി UAEയിൽ നടക്കാനിരുന്ന IPLലെ 13ാം സീസണിൽ നിന്നും റെയ്ന വിട്ടുനിൽക്കുന്നത് വരെ CSKയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിഹ്നത്തലയായിരുന്നു സുരേഷ് റെയ്ന. ആരാധകർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച താരമായിരുന്നു. എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ സുരേഷ് റെയ്നയെ ഇന്ത്യ വേണ്ട വിധത്തിൽ ആഘോഷിക്കാൻ മറന്നുവോ എന്നൊരു സംശയമുണ്ട്. രാഹുൽ ദ്രാവിഡിൻ്റെ ഇന്ത്യയിൽ കളി തുടങ്ങി വിരാട് കോഹ്ലിയുടെ ഇന്ത്യയിൽ വിരമിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും മികച്ച ഇടംകയ്യൻ പരിമിത ഓവർ ക്രിക്കറ്റർമാരിൽ ഒരാളായിരുന്നു സുരേഷ് റെയ്ന. ഒരുപക്ഷെ യുവരാജ് സിംഗ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഇടംകയ്യൻ ബാറ്ററായും വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാമെന്ന് തോന്നുന്നു ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ. സാക്ഷാൽ ജോണ്ടി റോഡ്സ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർ എന്ന് വാഴ്ത്തിയ താരം കൂടിയായിരുന്നു സുരേഷ് റെയ്ന. റെയ്നയെക്കുറിച്ച് പറയുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ നിറയുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. റെയ്നയുടെ ഇൻസൈഡ് ഔട്ട് ഡ്രൈവുകളും മിഡ് വിക്കറ്റിന് മുകളിലൂടെയുള്ള സ്ലോക്കും സംസാര വിഷയമാകുമ്പോൾ റിങ്ങിനുള്ളിൽ ചാടി വീഴുന്ന ബില്ലി ബോർഡിൻ്റെ പിറകിൽ നിന്നും അദ്ദേഹത്തെ അനുകരിക്കുന്ന, അങ്ങനെ ഔട്ട് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുകരിക്കുന്ന സ്ട്രൈക്കർ സെഞ്ചുറി അടിക്കുമ്പോൾ ആദ്യം കൈപൊക്കിക്കൊണ്ട് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്നും ആഘോഷിക്കുന്ന റെയ്നയെ നമുക്ക് എങ്ങനെയാണ് മറക്കാനാവുക? യുവരാജ് സിംഗ്, മുഹമ്മദ് കൈഫ്, സുരേഷ് റെയ്ന, ഈ ത്രയം ബാക്ക്വേർഡ് പോയിന്റ് ആൻഡ് കവർ, ഈ 3 പൊസിഷനുകളിൽ ഫീൽഡ് നിൽക്കുമ്പോൾ ഒരു പന്ത് പോലും 45 മീറ്റർ കടക്കുമെന്ന് തോന്നാത്ത ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. റോബിൻ സിംഗും അജയ് ജഡേജയും തുടങ്ങിയിട്ട ഇന്ത്യൻ ഫീൽഡിങ്ങിൻ്റെ പുതിയ അളവുകോലുകൾ അക്ഷരാർത്ഥത്തിൽ കൂടുതൽ ഉയരത്തിലേക്ക് ഈ ത്രയം ഉയർത്തി എന്ന് തന്നെ പറയാം. IPLലേക്ക് വരുമ്പോൾ IPL എന്ന ഉത്സവത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പൻ തന്നെയായിരുന്നു സുരേഷ് റെയ്ന ഒരു കാലത്ത്. ഒരു സമയത്ത് അടുപ്പിച്ച് എല്ലാ വർഷങ്ങളിലും ടോപ്പ് സ്കോർ ലിസ്റ്റിൽ ഇടം പിടിക്കാറുള്ള താരമായിരുന്നു റെയ്ന. 205 IPL മത്സരങ്ങളിൽ നിന്നായി 5528 റൺസാണ് റെയ്ന ആകെ നേടിയത്. ഇതിൽ ഒരു സെഞ്ചുറിയും 39 അർദ്ധ ശതകങ്ങളും ഉൾപ്പെടുന്നു. 13 വർഷം നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ റെയ്ന ഇന്ത്യക്ക് വേണ്ടി 18 ടെസ്റ്റുകളും 226 ഏകദിനങ്ങളും 78 T20 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ച് വരവറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 3 ഫോർമാറ്റിലും ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി അടിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സുരേഷ് റെയ്നയുടെ പേരിലാണ്. ഇതിനൊപ്പം ആരും അധികമൊന്നും ചർച്ച ചെയ്യാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരർത്ഥത്തിൽ ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെ ഒരു കൂൾ ക്യാപ്റ്റൻ തന്നെയായിരുന്നു സുരേഷ് റെയ്നയും അവസരം കിട്ടിയപ്പോൾ. ദേശീയ ടീമിനെ നയിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ റെയ്നയുടെ ക്യാപ്റ്റൻസിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ അവരുടെ നാട്ടിൽ ചെന്ന് 3-2 പരമ്പര നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. അതിനൊപ്പം ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയെ ഏകദിന പരമ്പരയിൽ 2-0 സിംബാബ്വെക്കെതിരെ ഇതേ മാർജിനിൽ T20 പരമ്പരയും ഇന്ത്യക്ക് നേടിത്തരാൻ റെയ്ന എന്ന ക്യാപ്റ്റന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റന്മാരിൽ ഒരു സമയത്ത് 2ാമനായിരുന്നു സുരേഷ് റെയ്ന. ഒരു കാലത്ത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഉപനായകനായ സുരേഷ് റെയ്ന ഇടക്കാലത്ത് IPLൽ ഗ്വാളിയർ ലയൺസിൻ്റെ ക്യാപ്റ്റനായും അദ്ദേഹം തിളങ്ങിയിരുന്നു. സുരേഷ് റെയ്നയുടെ ആ ഒരു ഒന്നൊന്നര IPL ഇന്നിങ്സിലേക്ക് വരുമ്പോൾ 2014 മെയ് 30 സമയം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയമാണ്. ആ സീസണിലെ ക്വാളിഫയർ 2 മത്സരത്തിന് വേണ്ടി നടക്കുന്ന 2 വമ്പന്മാർ തമ്മിലുള്ള പോരാട്ടമാണ്. മഹേന്ദ്ര സിംഗ് ധോണി എന്ന അധികായം നയിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ജോർജ് ബെയ്ലി നയിച്ച ഓസ്ട്രേലിയൻ താരമായ ജോർജ് ബെയ്ലി നയിച്ച കിങ്സ് 11 പഞ്ചാബ് തമ്മിലുള്ള പോരാട്ടം. അന്ന് ടോസ് നേടിയ ധോണി പഞ്ചാബിനെ ബാറ്റിംഗ് ചെയ്യാൻ അയക്കുന്നു. അന്ന് പക്ഷേ വെറും 58 പന്തുകൾ മാത്രം ഫേസ് ചെയ്തുകൊണ്ട് 12 4ഉം 8 പടുകൂറ്റൻ സിക്സറുകളും അടക്കം നജഫ്ഘട്ടിലെ രാജകുമാരനായ സുൽത്താനായ വീരേന്ദ്ര സെവാഗ് പഞ്ചാബിനു വേണ്ടി അന്ന് അടിച്ചു കൂട്ടിയത് 122 റൺസായിരുന്നു. IPL 2 തവണ സെഞ്ചുറി നേടിയിട്ടുള്ള സെവാഗ് താൻ CSKക്കെതിരെ സെഞ്ചുറി നേടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പിന്നീടൊരിക്കൽ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അന്ന് CSKക്കെതിരെ സെഞ്ചുറി നേടിയത് തൻ്റെ മകന് വേണ്ടിയാണെന്നായിരുന്നു സെവാഗിൻ്റെ പിന്നീട് വളരെ കാലത്തിന് ശേഷമുള്ള വെളിപ്പെടുത്തൽ. മകനെ സ്കൂളിൽ കളിയാക്കിയതിൻ്റെ പേരിൽ സെഞ്ചുറി നേടിയ കഥ വീരു വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അന്ന് CSKക്കെതിരെ സെഞ്ചുറി നേടിയത് എപ്പോഴും എനിക്ക് സവിശേഷമായതാണ്, മറക്കാനാവാത്ത ഒരു നേട്ടമാണത്. ഈ മത്സരത്തിന് മുമ്പ് എനിക്ക് അധികം റൺസൊന്നും ആ സീസണിൽ നേടാൻ സാധിച്ചിരുന്നില്ല. CSKക്കെതിരായ മത്സരത്തിന് മുമ്പ് എൻ്റെ മകൻ ഫോണിൽ എന്നെ വിളിച്ചു, ഡാഡ്, നിങ്ങൾക്ക് റൺസ് നേടാനാവാത്തതിൽ എൻ്റെ കൂട്ടുകാരനെ കളിയാക്കുന്നു എന്ന് മകൻ എന്നോട് പറഞ്ഞു. അവന് വേണ്ടി എനിക്ക് റൺസ് നേടണമായിരുന്നു. CSKക്കെതിരെ 122 റൺസ് അടിച്ചെടുത്തതോടെ മകൻ വളരെ സന്തോഷവാനായി എന്നാണ് സെവാഗ് സെഞ്ചുറിയെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. അപ്പോൾ ആ സെഞ്ചുറിയിലേക്ക് വരുമ്പോൾ 210.34 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച വീരേന്ദ്ര സെവാഗിൻ്റെ മാസ്മരിക പ്രകടനം കൊണ്ട് 6 വിക്കറ്റിന് 226 എന്ന മികച്ച ടോട്ടൽ പടുത്തുയർത്താൻ അന്ന് ജോർജ് ബെയ്ലിയുടെ പഞ്ചാബിന് സാധിക്കുന്നു. മറുപടിക്കിറങ്ങിയപ്പോഴായിരുന്നു സുരേഷ് റെയ്നയുടെ വെടിക്കെട്ട് ഇന്നിങ്സ് പിറന്നത്. അത്രയും ബ്രൂട്ടലായൊരു ആക്രമണം അന്ന് പഞ്ചാബ് ബോളർമാർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല.
തലങ്കും വിലങ്ങും റൈനയുടെ ബാറ്റിൽ നിന്നും പന്തുകൾ അതിർത്തി വരെ കാണുന്നു. CSKക്കായി അന്ന് സുരേഷ് റൈന 25 പന്തിൽ അടിച്ചുകൂട്ടിയത് 87 റൺസാണ്. 348 എന്ന സ്ട്രൈക്ക് റേറ്റിൽ തകർത്തടിച്ച റൈന 12 ബൗണ്ടറിയും 6 സിക്സുമാണ് പറത്തിയത്. വീരേന്ദ്ര സെവാഗിന്റെ സെഞ്ചുറിയെ പോലും ഒരു ഘട്ടത്തിൽ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു അന്ന് റൈനയുടെ സെഞ്ചുറിയേക്കാൾ മൂല്യമുണ്ടായിരുന്ന ആ അർദ്ധശതകം. അന്ന് പവർ പ്ലേയിൽ തന്നെ ചെന്നൈ 100 തികക്കുന്നു. ആ സമയത്ത് റൈന ഒറ്റക്ക് മാത്രമായി ഈ 6 ഓവറിനുള്ളിൽ പവർ പ്ലേക്കുള്ളിൽ നേടിയത് 87 റൺസാണ്. അവാന എന്ന ബോളർ എറിഞ്ഞ പവർ പ്ലേയിലെ അവസാന ഓവറിൽ നിന്ന് മാത്രമായി റൈനയും ചെന്നൈയും കൂടി അടിച്ചെടുത്തത് 33 റൺസാണെന്ന്. എന്നാൽ ടീമിനെ വിജയവഴിയിലേക്ക് എത്തിക്കുമെന്ന ഘട്ടത്തിൽ മത്സരത്തിന്റെ 7ാമത്തെ ഓവറിൽ റൈന റണ്ണൌട്ടായത് CSKക്ക് തിരിച്ചടിയായി മാറുന്നു. പിന്നീട് MS ധോണി 31 പന്തിൽ 42 നോട്ട് ഔട്ട് റൺസുമായി പുറത്താകാതെ നിന്നെങ്കിലും 7 വിക്കറ്റിന് 202 റൺസ് എടുക്കാനേ അന്ന് CSKക്ക് സാധിച്ചുള്ളൂ. 23 റൺസിന്റെ ആവേശ ജയം പഞ്ചാബ് അന്ന് സ്വന്തമാക്കുകയും ചെയ്തു. ഒരുപക്ഷെ അന്ന് സുരേഷ് റൈന ക്രീസിൽ നിന്നിരുന്നെങ്കിൽ ചെന്നൈ 15 ഓവറിനുള്ളിൽ തന്നെ വിജയിച്ചെന്നെ എന്ന് കരുതുന്നവരാണ് ക്രിക്കറ്റ് പ്രേമികളിൽ അധികവും ഇപ്പോഴും. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും ഒക്കെ ഈ കാലഘട്ടത്തിൽ അടിച്ചു തകർക്കുന്നതിന് മുമ്പേ, അതിനും 10 വർഷം മുമ്പേ ഇങ്ങനെയും തകർത്തടിക്കാമെന്ന് കാണിച്ചു തന്ന റൈനയുടെ മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് തന്നെയായിരുന്നു അത്. 24 റൺസ് അകലെ വെച്ച് ചെന്നൈ അന്ന് വിജയം കൈവിട്ടെങ്കിലും IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്നായിരുന്നു മിസ്റ്റർ IPL സുരേഷ് റൈന അന്ന് ആടിത്തീർത്തത്.